കാരണം പ്രായമാകുമ്പോൾ വിവേകം ഉദിക്കാറുണ്ടെന്ന് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. മിക്ക മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. അവർ ആദ്യകാലങ്ങളിൽ അവരുടെ അഭിപ്രായം അവരുടെ കാഴ്ചപ്പാടും പറയുന്ന കേട്ടാൽ തോന്നും അവരോട് അറിവുള്ളവരാരുമില്ലെന്ന്. അങ്ങനെ പതിറ്റാണ്ടുകൾ അഭിപ്രായത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മാറുമ്പോഴാണ് പറയുന്നത് ഇപ്പോഴവർക്ക് കാര്യം മനസ്സിലായത്. നമ്മുടെ റെജി ലൂക്കോസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മാത്രം ബന്ധപ്പെട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ഈ സഹയാത്രികൻ എന്നുള്ളത്. ബാക്കി ഒരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് സഹയാത്രികയില്ല. ഒന്നേ ഈ യാത്ര ചെയ്യുക, വണ്ടിയിലിരുന്ന് അവരുടെ ഭാഗമായിട്ട് ഡ്രാമ ട്രൂപ്പൊക്കെ പോകുന്ന പോലെ, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുക. അപ്പോൾ റെജി ലൂക്കോസിന് ഇത്രയും കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അയാളുടെ പേരാണ് അയാൾക്ക് പ്രശ്നം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനമാനങ്ങൾ അംഗീകാരവും കിട്ടാത്തത്. എന്നിട്ട് അയാൾ പറയുന്നു അയാളുടെ ചെറുപ്പം മുതലേ ഉള്ള നിലപാട് ഈ ഇടതുപക്ഷത്തിനോട് ചേർന്നതായിരുന്നു. അപ്പോൾ ആ നിലപാട് പെട്ടെന്ന് മാറാൻ കാരണം പുള്ളി പറഞ്ഞത് പുള്ളിക്കൊരു അംഗീകാരം കിട്ടുന്നില്ലെന്ന്. പുള്ളിയെക്കാളും കഴിഞ്ഞ മിനിങ്ങാന്ന് പെയ്ത മഴയ്ക്ക് ഇന്നലെ കുരുത്ത തകരാന്ന് പറയുന്ന പോലെ ഇന്നലെ കുരുത്തവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടുന്നു. അപ്പം നിലപാടെന്ന് പറയുന്ന കഴിഞ്ഞ 3-4 പതിറ്റാണ്ട് പിന്തുടർന്നത് എന്തിനു വേണ്ടിയായിരുന്നു? സ്ഥാനമാനത്തിന് വേണ്ടി, അല്ലാതെ ആ ഐഡിയോളജി പ്രകാരമല്ല, കമ്മ്യൂണിസത്തിൻ്റെ ഐഡിയോളജിയായിട്ട് ബന്ധപ്പെട്ടല്ല. ഇതൊക്കെ ചെറുപ്പത്തിലേ മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ പലരും, സിന്ധു ജോയി, ചെറിയാൻ ഫിലിപ്പ്, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നിട്ട് എന്തായി? അവർക്കൊന്നും കിട്ടിയില്ല. സിന്ധു ജോയി കുറേ തല്ലുകൊണ്ട് അടികൊണ്ട് MA ബേബിയുടെ കൂടെ കിടന്നിങ്ങനെ പോയെന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും നേടിയില്ല. അത് പുള്ളിക്കും മനസ്സിലാകുന്നത് 30-35-40 വയസ്സാകുമ്പോൾ. നമ്മുടെ പത്തനംതിട്ടക്കാരൻ രാജു എബ്രഹാം എന്ന് പറയുന്നത് എത്ര ടോപ്പ് ക്ലാസ് ലീഡറാണ്. എന്നിട്ട് എന്തേ കിട്ടി? അയാൾക്ക് മത്സരിക്കാൻ കഴിഞ്ഞ തവണ അവസരമേ കൊടുത്തില്ല. അവിടെ നിന്ന് 100% ജയിക്കുമായിരുന്നു, 100%. എന്നാൽ ചിലർ വിചാരിക്കും ഈ MA ബേബിയും തോമസ് ഐസക്കും ഒക്കെ എങ്ങനെയാണ് ഈ പാർട്ടി നിലനിൽക്കുകയും പദവികളെത്തിയത്? അതിനും കാരണമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള പാർട്ടിയിലുള്ള പെണ്ണുങ്ങളെയൊക്കെ അവർ നേതാക്കന്മാർ ഒന്നേ പീഡിപ്പിക്കും, ഇല്ലെങ്കിൽ നേതാക്കന്മാർക്ക് സഹാക്കൾ കാഴ്ചവെക്കും. അപ്പം ഇങ്ങനെ ഈ പെണ്ണ് പ്രശ്നത്തിൽ അവിഹിതമായിട്ടുള്ളതിൽ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരൊക്കെ എപ്പോഴും ഒന്നായിരിക്കും, അവരൊരിക്കലും പിണങ്ങത്തില്ല. ഇങ്ങനെയുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ജോയിൻ്റ് ബിസിനസ്സൊക്കെ തുടങ്ങുന്നു. അവർ ചെറുപ്പം തൊട്ടേ ഈ ചില കാര്യങ്ങളിൽ അവർ ഒന്നായിരുന്നു, അതുകൊണ്ട് ഒരിക്കലും അവർ തെറ്റത്തില്ല. ഇപ്പം നമ്മുടെ ദിലീപും മറ്റേ നാദിർഷായും, അതേപോലെ മാങ്കൂട്ടവും ഷാഫിയും, ഇങ്ങനെയുള്ള ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അവർ 10-35-40 കൊല്ലം ഒരു കാര്യത്തിൽ അവർ